ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള ഭാഗങ്ങളിൽ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ധന്യനായ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ ആത്മാവിൽ പറയുകയാണ്, ഇനി വാഴരുത്. അതിൻ്റെ തൊട്ടു മുകളിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പാപത്തെക്കുറിച്ച്, കുഴിച്ചിടപ്പെട്ട നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ സ്നാനത്തെക്കുറിച്ച്, ഇങ്ങനെ 11 വാക്യങ്ങൾക്കകത്ത് പുനരുത്ഥാനത്തെക്കുറിച്ച്, ജീവിച്ച് നടക്കുന്ന നമ്മെക്കുറിച്ച് ഇങ്ങനെ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ട് 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ അതുകൊണ്ട് 11 വാക്യങ്ങൾക്കകത്ത് നമ്മെ ബലപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്താൽ, ഒന്നുകൂടെ പറഞ്ഞാൽ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നമ്മൾ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ്. അവിടെ പറയുന്നു, പാപത്തിനൊരു മോഹമുണ്ട്. അത് മർത്യ ശരീരത്തെ അനുസരിപ്പിക്കുന്ന നിലയിൽ ആ മോഹം ചലിക്കും. എന്നാൽ പാപസംബന്ധമായി മരിച്ച നമ്മൾ ആ മോഹങ്ങളിൽ ഇനി വാഴാതെ സഞ്ചരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുമ്പോൾ, പ്രിയരെ, ജീവിതത്തിനകത്ത് നമ്മെ തകർക്കുവാൻ വരുന്ന സകലത്തെയും ആത്മാവിലൊന്ന് സെൻസ് ചെയ്തിട്ട് ഈ വചനം പറയുന്നു, ഇനി വാഴരുത്. ജീവിതത്തിനകത്ത് ഇനി എന്നെ ഒന്നും വാഴത്തില്ല എന്ന് പറയാൻ, നമ്മൾ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ കണ്ടിട്ട് നമ്മൾ അവിടെ പരാജയപ്പെടുകയല്ല, ജയിച്ച യേശുവിനെ കാണാൻ വിശുദ്ധ ബൈബിളിൽ ഒത്തിരി പേരെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഈ കർത്താവിനെ മുറുകെ പിടിച്ച് മുമ്പിൽ വരുന്ന സകല മേഖലകളെയും വേണ്ട എന്നെണ്ണിയിട്ട് ഞാൻ അറിഞ്ഞ സത്യത്തിനകത്ത് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ സഞ്ചരിക്കുമെന്ന് തീരുമാനമെടുത്ത ഒത്തിരി പേര് വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. ലേഖനം എഴുതിയ ധന്യനായ പൗലോസ് തന്നെ പറയുന്നു, ഞാൻ പിമ്പിലുള്ളതിനെ മറന്നിട്ട് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട്, എന്തുവാ പ്രിയരെ, കഴിഞ്ഞ നാളുകളിലുള്ളതെല്ലാം ഞാൻ മറക്കുക, എനിക്ക് വേണ്ടാത്തതാണ് ഞാൻ മുമ്പിലുള്ളതിനെ ആയുന്നു. എന്താ അർത്ഥം? എനിക്കിവിടെയല്ല ശാശ്വതമായ ഒരു ഭവനമുണ്ട്, അവിടേക്ക് പോകാനാണ് ദൈവം എന്നെ വിളിച്ചത്. എന്നെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് എൻ്റെ കണ്ണിനെ ദൈവം തൊട്ടത് എന്നേക്കും എൻ്റെ കണ്ണ് തുറക്കാനാണ്. എവിടെയൊക്കെയോ അടയപ്പെട്ടു പോയ ആ കാഴ്ചയെ ദൈവം തുറന്നത് ആ ശാശ്വത ഭവനത്തിലേക്കുള്ള ഒരു യാത്രയാണെന്ന് തിരിച്ചറിഞ്ഞ ആ അപ്പോസ്തലനെ പോലെ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ, പ്രിയരെ, ജീവിതത്തിനകത്ത് വാഴാൻ വരുന്ന സകലത്തെയും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇനി വാഴരുത് എന്ന തീരുമാനത്തിനകത്ത് വിശുദ്ധിയോടെ നിൽപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.